സഖ്യ നേതൃതർക്കത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ച് DMK രംഗത്ത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. സഖ്യത്തെ ആര് നയിക്കും എന്നൊരു പാർട്ടിക്ക് തനിച്ചു തീരുമാനിക്കാനാകില്ല എന്നും മമതയുടെ പാർട്ടിയെ തമിഴ്നാട്ടിൽ ആർക്കും അറിയില്ല എന്നും DMK വക്താവായ TKS ഇളങ്കോവൻ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിൽ മമതാ ബാനർജിക്ക് പിന്തുണയേറുകയാണ്. സഖ്യത്തിന്റെ നേതൃത്വം മമതാ ബാനർജിയെ ഏൽപ്പിക്കണമെന്ന് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ NCP നേതാവ് ശരത് പവാറും മമതാ ബാനർജിക്ക് പിന്തുണ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ മമതാ ബാനർജി താൽപര്യം അറിയിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാകാൻ തയ്യാറാണ് എന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ഭിന്നത രൂക്ഷമാവുകയാണ്. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നും ഇന്ത്യ സഖ്യത്തിന് തൽക്കാലം വേറെ നേതാവിനെ നിശ്ചയിക്കേണ്ട സാഹചര്യമില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം തുടർച്ചയായ പരാജയം കോൺഗ്രസിന് വലിയ പ്രഹരമാണ് സൃഷ്ടിച്ചതും. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലായിരുന്നു. ആത്യന്തം ദയനീയ അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 6 മാസം പിന്നിടുമ്പോൾ അസാധാരണമായ സാഹചര്യങ്ങളാണ് ഇന്ത്യ മുന്നണിയിൽ ഉടലെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഉടമസ്ഥ അവകാശം തങ്ങൾക്കാണ് എന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം അംഗീകരിക്കാനാവില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് മുതൽ ഏറ്റവും ചെറിയ പാർട്ടിയായ CPI വരെ പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം പുറമെ സോണിയയ്ക്കും രാഹുലിനും പിന്നാലെ പ്രിയങ്ക വാദ്ര കൂടി പാർലമെന്റിൽ അകത്തേക്ക് എത്തിയതോടെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയായി മാറുന്നുണ്ട്. കോൺഗ്രസിന് മുഖ്യം നെഹ്റു കുടുംബാംഗങ്ങളുടെ പ്രാതിനിധ്യം മാത്രമാണ് എന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ പരാജയമാണെന്നുള്ള വിമർശനത്തിലേക്ക് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കടന്നതോടെ ഇന്ത്യ മുന്നണി പ്രത്യക്ഷത്തിൽ പല തട്ടിലായി മാറുകയാണ്. രാഹുലിനെ പ്രതിപക്ഷ മുഖമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ ഓരോന്നായി പാളുകയാണ്. ലോക്സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ടു നിൽക്കുന്ന രാഹുലിനെ പലവട്ടം കണ്ടു. ബിസിനസ്സുകാരായ ഗൗതം അദാനിയെ ലക്ഷ്യമിട്ട് രാഹുൽ നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളാണ് പാർലമെന്റിൽ ഒറ്റപ്പെടുന്ന തലത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ തന്നെ പരാതി. ബാഹ്യശക്തികളുടെ സ്വാധീനത്തിലാണോ രാഹുൽ നിരന്തരം അദാനിയെ ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിവെക്കുന്ന തരത്തിൽ രാഹുലിന്റെ ജോർജ് സോറോസ് ബന്ധവും കോൺഗ്രസിന് ലഭിക്കുന്ന ദുരൂഹ വിദേശ ഫണ്ടുകളും BJP MPമാർ പുറത്തുവിടുകയും ചെയ്തതോടെ സഭയിൽ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലാണ്. ഇതെല്ലാം നിലനിൽക്കെ ഇന്ത്യ സഖ്യം തകർച്ചയുടെ വക്കിലാണ്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധയാണ് എന്ന് പ്രഖ്യാപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാഹുലിന്റെ നേതൃത്വത്തിനെതിരെ പരസ്യമായി തന്നെയാണ് പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നത്. ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് താനാണ് എന്നും അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ മുൻനിരയിലുള്ളവർക്കാണ് എന്നും മമത പറയുന്നു. അവർക്കങ്ങനെ ചെയ്യാനാകുന്നില്ലെങ്കിൽ താൻ എന്തു ചെയ്യും? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. അവസരം ലഭിച്ചാൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കും. ബംഗാളിന് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ സഖ്യത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുമെന്നും മമത പറയുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് മമതയെ നിയോഗിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് MP കീർത്തി ആസാദ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ആവശ്യപ്പെട്ടെങ്കിലും പാർലമെന്റ് ആരംഭിച്ചതോടെയാണ് പ്രതിപക്ഷ ഭിന്നത ഇത്രയും ആഴത്തിലേക്ക് എത്തിയതും. യാതൊരു കൂടിയാലോചനകളുമില്ലാതെ രാഹുലും കോൺഗ്രസും തനിച്ചു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനെ തകർക്കുമെന്ന് CPMഉം CPIയും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് മഹാരാഷ്ട്രയിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ NCP ശരത് പവാർ സ്വീകരിക്കുന്ന ചില നടപടികൾ പുറത്തുവരുന്നത്. പവാർ മമതാ ബാനർജിക്കൊപ്പം നിലയുറപ്പിക്കുന്നുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗവും സമാജ്വാദി പാർട്ടിയും തമ്മിൽ സഖ്യം വേർപിരിഞ്ഞതും പ്രതിപക്ഷ അനൈക്യത്തിന്റെ തെളിവായി മാറുന്നു. ഡിസംബർ 6 മഹാരാഷ്ട്രയിലെ ദിനപത്രത്തിൽ ബാബറി മസ്ജിദ് തകർത്തവരെ അഭിനന്ദിച്ച് ഉദ്ധവ് ശിവസേന പരസ്യം നൽകിയതിന്റെ പേരിലാണ് വേർപിരിയൽ നാടകമുണ്ടായത്. ബാബറി മസ്ജിദ് തകർക്കുന്ന ചിത്രം പങ്കുവച്ച ഉദ്ധവ് വിഭാഗം MLA ആയ മിലിന്റെ നടപടിയും NCP മഹാവികാസ് അഘാഡി വിടാൻ കാരണമായി എന്ന് SP മഹാരാഷ്ട്ര അധ്യക്ഷൻ അബു ആസ്മി പറയുന്നു. സമാജ്വാദി പാർട്ടിയുടെയും NCP മമതാ ബാനർജിയെയും രാഹുലിന് പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നും അഭ്യൂഹങ്ങൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.